അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ ചെയ്യുന്നത് എന്താ? സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയാണ് സ്ത്രീകൾ ജീവിക്കേണ്ടത് എന്ന് ഫത്വ ഇറക്കിയിട്ടുണ്ട്. ബുർക്ക ധരിച്ച് മാത്രമേ സ്ത്രീകൾ പൊതുവിടങ്ങളിൽ പ്രത്യക്ഷപ്പെടാൻ വേണ്ടി പാടുള്ളൂ. 8ാം ക്ലാസ് വരെ മാത്രമേ സ്ത്രീകൾക്ക് പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പഠിക്കാൻ വേണ്ടി പാടുള്ളൂ. അതിനുശേഷം പഠിക്കണമെങ്കിൽ മദ്രസ പഠനം പ്രത്യേക സംവിധാനത്തോടെയാണ് പഠിക്കേണ്ടത്. ഒരു സ്ത്രീയെ പുരുഷനായ ഡോക്ടർ ചികിത്സിക്കുന്നുവെങ്കിൽ പുരുഷനായ ബന്ധുവിൻ്റെ സാന്നിധ്യത്തിൽ മാത്രമേ ചികിത്സിക്കാൻ പാടുള്ളൂ എന്നാണ് താലിബാന്റെ വ്യവസ്ഥ. സ്ത്രീയുടെ ശബ്ദം പരപുരുഷൻ കേൾക്കാൻ പാടില്ല. അങ്ങനെ കേൾക്കാൻ പാടില്ലാത്തതുകൊണ്ട് സ്ത്രീ പൊതുവിടങ്ങളിൽ ഉച്ചത്തിൽ സംസാരിക്കാൻ പാടില്ല. അതുപോലെ തന്നെ സ്ത്രീയുടെ ഫോട്ടോ എടുത്ത് പൊതുവിടങ്ങളിൽ പ്രദർശിപ്പിക്കാൻ പാടില്ല. വീഡിയോ പ്രദർശിപ്പിക്കാൻ പാടില്ല. പൊതുവിടങ്ങളിൽ സ്ത്രീ സാന്നിധ്യം ഉണ്ടാകാൻ വേണ്ടി പാടില്ല. അതിന് നിരോധനമാണ്. സ്ത്രീകൾക്ക് സഞ്ചാര നിയന്ത്രണമുണ്ട്. എങ്ങനെയൊക്കെയാണ് ഏതൊക്കെ സമയത്താണ് സ്ത്രീകൾ സഞ്ചരിക്കേണ്ടത് എന്നുള്ള നിയന്ത്രണം ഉൾപ്പെടെ താലിബാൻ വ്യവസ്ഥ ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നേരത്തെ സർക്കാർ ഓഫീസുകളിലും പൊതുയിടങ്ങളിലും സ്ത്രീകൾക്ക് ഒന്നിച്ച് ജോലി ചെയ്യാൻ വേണ്ടി പറ്റുമായിരുന്നു. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒന്നിച്ച് ജോലി ചെയ്യാൻ വേണ്ടി പറ്റുമായിരുന്നു. എന്നാൽ താലിബാൻ മതരാഷ്ട്രമാക്കിയിട്ട് അഫ്ഗാനിസ്ഥാനെ മാറ്റിയതോടുകൂടി സ്ത്രീയും പുരുഷനും ഒന്നിച്ച് ജോലി ചെയ്യുന്നതിനെതിരായിട്ടുള്ള നിലപാടാണ് താലിബാൻ സ്വീകരിക്കുന്നത്. ഇങ്ങനെ ഫത്വ ഇറക്കിക്കൊണ്ട് മതരാഷ്ട്രത്തിൻ്റെ ചിഹ്നങ്ങൾ എങ്ങനെയൊക്കെയാണോ സ്ത്രീയെ അടിച്ചമർത്തുന്നത് ആ രീതിയിൽ അടിച്ചമർത്തിക്കൊണ്ട് ആണ് മതരാഷ്ട്ര സങ്കല്പം അവിടെ നടപ്പിലായിക്കൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇതിനെ ഏതെങ്കിലും സ്ത്രീകൾ ലംഘിച്ച അതിനെതിരായിട്ടുള്ള സമരമൊക്കെ നമ്മൾ കണ്ടതാണ്. ഏതെങ്കിലും സ്ത്രീകൾ ഇതിനെ ലംഘിക്കുന്ന നിലയുണ്ടായിക്കഴിഞ്ഞാൽ അവർക്ക് കടുത്ത ശിക്ഷ, അതിന് പറ്റുന്ന ആൾക്കൂട്ട വിചാരണ, കടുത്ത ശിക്ഷ, ഇതൊക്കെ താലിബാൻ നടപ്പിലാക്കുന്നത് നമ്മൾ കണ്ടതാണ്. അപ്പം താലിബാന്റെ മതരാഷ്ട്രവാദികളുടെ അതേ പതിപ്പാണ് ഇവിടെ SDP നടപ്പിലാക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. അത് ഈ കാര്യത്തിൽ മാത്രമല്ല, ഇങ്ങനെ ഒരു വിഷയത്തിൽ മാത്രമല്ല. പോപ്പുലർ ഫ്രണ്ടും SDP കേരളത്തിൽ സ്വാധീനമുണ്ടാക്കാൻ വേണ്ടി തുടങ്ങിയത് മുതൽ സ്ത്രീകൾക്ക് നേരെ ഈ വിധത്തിലുള്ള ആക്രമണങ്ങൾ നിരവധി സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആൾക്കൂട്ട ആക്രമണങ്ങളുടെ നിരവധി സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ മറ്റൊരു പതിപ്പാണ് ഇപ്പോൾ ഇവിടെ വന്നിട്ടുള്ളത്. ഒരു പെൺകുട്ടിയെ പുരുഷ സുഹൃത്തിനോട് സംസാരിച്ചു എന്നതിൻ്റെ പേരിൽ ആൾക്കൂട്ട വിചാരണ നടത്തി, ബന്ധുക്കളെ വിളിച്ചു വരുത്തി, അപമാനിച്ച് ആത്മഹത്യ ചെയ്യാൻ ഇടയാക്കുന്ന വിധത്തിൽ സോഷ്യൽ മീഡിയയിലൂടെ പ്രചരണം നടത്തി ആ കുട്ടിയെയും കുടുംബത്തെയും അപമാനിച്ച് കൊലപ്പെടുത്തുകയാണ് ചെയ്തിട്ടുള്ളത്. ഇത് കൊലപാതകമാണ്. അതിനെതിരായിട്ട് തീർച്ചയായിട്ടും ശക്തമായിട്ടുള്ള നടപടി സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. SDP-ക്കാർ മനസ്സിലാക്കേണ്ടത് ഇത് താലിബാന്റെ അഫ്ഗാനിസ്ഥാനല്ല. കേരളം താലിബാന്റെ അഫ്ഗാനിസ്ഥാനല്ല. കേരളം ജനാധിപത്യ രാജ്യമായ ഇന്ത്യയുടെ ഭാഗമായിട്ടുള്ള സംസ്ഥാനമാണ്. നമ്മുടെ നാട് അംഗീകരിച്ച ജനാധിപത്യ ഭരണഘടനയാണ്. ഇവിടെ ഒരു നിയമസംഹിതയുണ്ട്. ആ നിയമസംഹിത ജനാധിപത്യ ഭരണഘടനയുടെ വിധേയമായിട്ടുള്ള നിയമസംഹിതയാണ്. അല്ലാതെ താലിബാന്റെ മതരാഷ്ട്രത്തിന് പറ്റിയിട്ടുള്ള നിയമസംഹിതയല്ല ഇന്ത്യ രാജ്യത്ത് നിലനിൽക്കുന്നത് എന്ന് SDP-ക്കാർ മനസ്സിലാക്കണം. അതുകൊണ്ട് പോലീസിൻ്റെ പണി സ്വയം സദാചാര ഗുണ്ടയായി രംഗത്ത് വന്നുകൊണ്ട്, സദാചാര പോലീസായി രംഗത്ത് വന്ന് ഇമാതിരി ഏർപ്പാട് ചെയ്യുന്നതിനെ ജനാധിപത്യ കേരളം അതിശക്തമായി അതിനെ അപലപിക്കണം. അതിനെതിരായിട്ട് രംഗത്ത് വരണം.